ഹായ് ഫ്രണ്ട്സ്, +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് 2024-26 വർഷത്തേക്കുള്ള ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനത്തിലേക്കുള്ള അപേക്ഷ എങ്ങനെ ഫിൽ ചെയ്യാൻ നോക്കാം. 3 പേജിൽ ഒതുങ്ങിയിട്ടുള്ള ഫോമാണുള്ളത്. ശ്രദ്ധിക്കുക, അതിൽ ആദ്യത്തെ പേജിൽ വരുന്നത് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ല. നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ജില്ല എഴുതുക. പിന്നെ അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസം. ഇപ്പോൾ നിലവിലുള്ള കറണ്ട് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം. പിന്നെ ഇമെയിൽ ID എഴുതണം, ആധാർ നമ്പർ എഴുതണം, മൊബൈൽ നമ്പർ എഴുതണം. നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നത് ജനനത്തീയതി. പിന്നെ നാലാമത്തെ വരുന്നത് 1/7/2024 പൂർത്തിയാകുന്ന വയസ്സ് എഴുതണം. പിന്നെ അഞ്ചാമത്തെ വരുന്നത് ആൺ പെൺ ഭിന്നലിംഗക്കാർ അതിലേതാണെന്ന് വെച്ചാൽ അത് എഴുതണം. ആറാമത്തെ എഴുതുന്നത് ജാതി മതം. SLC ബുക്കിലുള്ളതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഏഴാമത്തെ വരുന്നത് അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗം OBC വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ സ്വയം സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. OBC ആണെങ്കിൽ OBC എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഫോമിൻ്റെ കൂടെ വെക്കണം. നെക്സ്റ്റ് എട്ടാമത്തത് അപേക്ഷകൻ വിമുക്ത ഭടനാണോ ആണെങ്കിൽ വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. ഒമ്പതാമത്തെ വരുന്നത് അപേക്ഷകൻ സർവീസിലിരിക്കുന്ന ജവാന്റെ ഭാര്യ മകൻ ആണെങ്കിൽ മിലിറ്ററി സർവീസ് ബന്ധം എന്നിവ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. നെക്സ്റ്റ് പത്താമത്തെ വരുന്നത് അപേക്ഷകൻ വിമുക്ത ഭടൻ്റെ ഭാര്യ മകൻ ആണോ എങ്കിൽ മിലിറ്ററി സർവീസ് ബന്ധം എന്നിവ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. 11ാമത്തത് അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ ആണെങ്കിൽ ആയത് തെളിയിക്കുന്നതിനുള്ള തെളിവ് സമർപ്പിക്കേണ്ടതാണ്. ഇനി അപേക്ഷാ ഫോമിൻ്റെ നെക്സ്റ്റ് പേജ് നോക്കാം. ഈ അപേക്ഷാ ഫോമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 18-ാം തീയതിയാണ്, അതായത് ജൂലൈ 18-ാം തീയതി. ഇത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അയക്കേണ്ടത്. പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കാണ് എത്തിക്കേണ്ടത്. ഇനി നമുക്ക് 12ാമത്തെ എന്താണെന്ന് നോക്കാം. അപേക്ഷകൻ്റെ മാതൃഭാഷ ഏത് ഭാഷയാണോ അത് എഴുതുക. നെക്സ്റ്റ് 14ാമത്തിൽ മറ്റ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി എഴുതി കൊടുക്കാം. അതിന് യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതി കൊടുക്കാം. മറ്റ് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രിയൊക്കെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ ഫോമിൻ്റെ കൂടെ വെച്ച് കൊടുക്കണം. നെക്സ്റ്റ് 15ാമത്തെ വരുന്നത് യോഗ്യതാ പരീക്ഷയ്ക്ക് +2 തത്തുല്യം നേടിയ മാർക്ക് ഗ്രേഡാണ്. അതിനിടയിൽ വിഷയങ്ങളും മാർക്ക് ഗ്രേഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ വിഷയങ്ങളും ടോട്ടൽ മാർക്കും എഴുതി കൊടുക്കാം. 16ാമത്തെ മാർക്കിൻ്റെ ശതമാനം ഗ്രേഡ് അത് എഴുതി കൊടുക്കാം. പിന്നെ 17ാമത്തെ പരീക്ഷാ ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ പേര് ഏത് ബോർഡാണെന്ന് വെച്ചാൽ കേരള ബോർഡെന്ന് വെച്ചാൽ കേരള ബോർഡ് എഴുതി കൊടുക്കുക. 18ാമത്തത് അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ വെക്കാം. പിന്നെ അടുത്തത് 19ാമത്തെ അപേക്ഷകൻ NCC കേഡറ്റ് ആണോ. നെക്സ്റ്റ് 20ാമത്തെ വരുന്ന അപേക്ഷകൻ കലാകായിക മത്സരങ്ങളിൽ പ്രാബല്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ വിവരം കൊടുക്കുക. സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിൽ ദേശീയതലം, സംസ്ഥാന തലം, ജില്ലാതലം, ഉപജില്ലാ തലം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളത് ഏതാ വെച്ചാൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ അപേക്ഷകൻ ഭാരത് സ്കൗട്ട് ഗെയിംസിൻ്റെ രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി പുരസ്കാർ എന്നിവ നേടിയിട്ടുണ്ടോ എന്ന്. ലാസ്റ്റ് പേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്തത് അപേക്ഷകൻ സ്പോർട്ട് കോട്ട, സ്പോർട്ട് കൗൺസിൽ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ അപേക്ഷകൻ NSS NCC വളണ്ടിയർ ആണെങ്കിൽ ആ വിവരം കൂടി അതിൽ രേഖപ്പെടുത്താം. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യന് അപേക്ഷാ ഫീസിന് സംബന്ധിച്ച വിവരങ്ങളാണ്. ചലാൻ അടക്കുന്നവർ ഒടുക്കിയ ഫീസ്, ചലാൻ തീയതി, നമ്പർ, ട്രഷറിയുടെ പേര് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. ചലാൻ അടക്കുന്നവർ ട്രഷറിയിൽ നിന്ന് തന്നെ അടക്കണമെന്നില്ല. നമുക്ക് ഓൺലൈനിലായിട്ടും അത് അടക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിക്കുക 5 രൂപയുടെ. കോർട്ട് ഫീസ് സ്റ്റാമ്പ് നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ചെലാനോ അല്ലെങ്കിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഏതിലൊന്നും ഫോമിൻ്റെ കൂടെ രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് 24ാമത്തത് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര്. സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അനുബന്ധമായി ചേർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടത് വെച്ചാൽ ആ കോളേജ് ഓർഡർ പ്രകാരം അവിടെ എഴുതി കൊടുക്കാം. പിന്നെ ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റാണ് അടുത്ത് വരുന്നത് 26ാമത്തത്. അവിടെ നമ്മൾ ഫോമിൻ്റെ കൂടെ രേഖപ്പെടുത്താൻ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും അതിൽ എഴുതി കൊടുക്കാം. നേരത്തെ കോർട്ട് ഫീസ് സ്റ്റാമ്പും ചലനം അടക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആണെങ്കിൽ 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ളടക്ക ലിസ്റ്റിൻ്റെ താഴെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ട സ്ഥലം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഒട്ടിക്കേണ്ടത്.
ഇതാണ് 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ്. കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കുന്നവർ ഈ 5 രൂപയുടെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 1 രൂപയുടെ 5 വാങ്ങി ഒട്ടിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്ന സത്യവാങ്മൂലമാണ്. അതെല്ലാവരും വായിച്ച് നോക്കി ക്ലിയറിലാണെന്ന് ഉറപ്പുവരുത്തി താഴെ സ്ഥലം, തീയതി, അപേക്ഷകൻ്റെ ഒപ്പ് എന്നിവ കൊടുത്തിക്കണം. അതിൽ സ്ഥലം ഏതാ വെച്ചാൽ അത് എഴുതാം, ഡേറ്റ് ആണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന അന്നത്തെ ഡേറ്റ് എഴുതാം, പിന്നെ അപേക്ഷകൻ്റെ ഒപ്പും. ഇത്രയേ ഉള്ളൂ ഈ ഫോം വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസുകൾക്ക് നിങ്ങൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.